ഭാര്യ വീട്ടിലില്ലാത്തപ്പോൾ ഭാര്യയുടെ കൂട്ടുകാരികൾ അടിക്കടി വെറുതെ വിസിറ്റ് ചെയ്താൽ എന്ത് ചെയ്യാനാണ്? ജിബിൻ്റെ അവസ്ഥയൊന്ന് നമുക്ക് നോക്കിയാലോ? മാഡം, എൻ്റെ പേര് ജിബിൻ. യഥാർത്ഥ പേരല്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ഒരു വർഷം മുമ്പാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. എനിക്ക് നേരത്തെ പ്രേമങ്ങളോ മറ്റനുഭവങ്ങളോ ഒന്നും കൂടുതലുണ്ടായിട്ടില്ല. ഇതിനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ജോലി, ശമ്പളം, അത് വീട്ടിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ മൈൻഡിന് ഇല്ലായിരുന്നു. പക്ഷേ ഉള്ളിൽ നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നാറുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയ അവസരങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷേ എൻ്റെ ഒരു അങ്കിളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. എടാ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൾ, അവൾ ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവളുടെ ഹോസ്പിറ്റലിൽ പോയി നീ അവളെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയാലും മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത് ശരിയാകില്ല, വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളിയുടെ നിർബന്ധം മൂലം ഞാൻ അവരുടെ ഹോസ്റ്റലിലാണ് പോയി കണ്ടത്. അവളുടെ കൂടെ വേറെ 2 സുഹൃത്തുക്കളുണ്ട്. അവർ 2 പേരും നേഴ്സുമാരായി വർക്ക് ചെയ്യുന്നു. സെയിം ഹോസ്പിറ്റലാണ്. ഇത് ഹോസ്പിറ്റലിൻ്റെ ഒരു അക്കോമഡേഷൻ അല്ല, ഇവർ തനിയെ കണ്ടെത്തിയതാണ്. കാര്യം അവിടെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആകുമ്പോൾ പാചകം വേണമെങ്കിൽ ആ മുറിയിൽ ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ജെസ്സി എന്നാണ് പെണ്ണിൻ്റെ പേര്. പക്ഷേ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 3 പേരും ഒരുമിച്ചാണ് ഇറങ്ങി വന്നത്. അതിൽ സ്വാതിയെയാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത്. അതായത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ കൂട്ടുകാരി. അവൾ ഒരു അപാര സുന്ദരി തന്നെ. ഇവളുടെ ആലോചന എന്തുകൊണ്ട് എനിക്ക് വന്നില്ല എന്ന് പോലും ഞാൻ ഓർത്തുപോയി. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. എന്തായാലും 3 പേരെയും കണ്ടു. അപ്പോൾ അവർ 2 പേരും, അതായത് കൂട്ടുകാരികൾ ജെസ്സിയും പിന്നെ അന്നയും എന്നോട് പറഞ്ഞു, ഇനി 2 പേരും കൂടി മാറിയിരുന്ന് സംസാരിക്കേ. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ, ഭാവി പ്ലാനിങ് എന്തൊക്കെയാണ്, എന്തെല്ലാം വേണം, എത്ര കുട്ടികൾ വേണം, ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടെ പോയി. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. കുറച്ചു നേരം പരിചയപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജെസ്സി എന്നോട് ചോദിച്ചു എന്നെ ഇഷ്ടപ്പെട്ടോന്ന്. ഞാൻ പറഞ്ഞു ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടോന്ന് പറയാൻ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ആർക്കാണ് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുക, നല്ലൊരു മനുഷ്യനല്ലേ. ഞാൻ പറഞ്ഞു, അപ്പോൾ നീയും അങ്ങനെ തന്നെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്. ആക്ച്വലി സൗന്ദര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൾ ഒരു എബോ ആവറേജ് മാത്രമാണ്. സ്വാതിയും അന്നയും അതിനേക്കാൾ സൗന്ദര്യമുള്ളവരാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ ആലോചനയല്ല എനിക്ക് വന്നത്. എങ്കിലും എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് നല്ലൊരു ഭാര്യയാണിവൾ എന്ന് ആ സമയത്ത് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. വിവാഹത്തിന് മുമ്പേ ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നു. ആ സമയത്തെല്ലാം അന്നയും സ്വാതിയും ഇടയ്ക്കിടയ്ക്ക് കൂടെ വരും. അവർക്ക് വേണ്ടി ഞാൻ ഓരോ ചെലവുകൾ ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് തന്നെ അവർ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗങ്ങളെ പോലെ ആയിത്തീർന്നു. പിന്നീട് ഞങ്ങൾ 2 പേരും കൂടി നാട്ടിൽ വന്ന് കല്യാണം കഴിച്ചപ്പോൾ കല്യാണത്തിന് സമയത്തെല്ലാം അവരുടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. തമാശകളും കളിയും ചിരിയുമൊക്കെയായി 2 സ്ത്രീകളുടെ പുതിയ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. പിന്നെ ഒരു ജീവിത പങ്കാളിയും. വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഞാൻ ഭാര്യയുടെ വീട്ടിലാണ് കഴിയേണ്ടത്. അത് കഴിഞ്ഞാണ് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. അതെനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ആദ്യം അങ്ങോട്ട് പറയട്ടെ, നമ്മുടെ ശാന്തി മുഹൂർത്തം ഇന്ന് വേണ്ട. എന്താ, എന്ത് പറ്റി, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ക്ഷീണമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ക്ഷീണമുണ്ട്, പക്ഷെ എന്നാലും എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വേണ്ട. എനിക്കെന്തോ വല്ലാത്തൊരു നാണക്കേടും ഭയമൊക്കെ തോന്നുന്നു. തൊട്ടപ്പുറത്തില്ലേ അമ്മയുടെ അച്ഛൻ്റെ റൂമാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഒരു കണക്കിന് അതൊരാശ്വാസമായിരുന്നു. എനിക്കും യാതൊരു മൂടുമില്ലായിരുന്നു. എങ്ങനെയോ ആ ദിവസങ്ങൾ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ വൈകുന്നേരമായപ്പോഴേക്കും കാത്തിരിക്കുകയായിരുന്നു. ഇന്നാണല്ലോ ആ പൂത്തിരുന്നാളെന്ന് പറഞ്ഞ്. പക്ഷേ 6 മണിയായപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയുകയാണേ, എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ, നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇഷ്യൂ ഒന്നുമല്ല, സാധാരണ ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചതിച്ചോന്ന്? അവളപ്പം എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇതൊക്കെ പ്രകൃതിയുടെ വികൃതിയല്ലേ മനുഷ്യ എന്ന് പറഞ്ഞ് അവൾ വെട്ടിത്തിരിഞ്ഞു പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റുനോറ്റിരുന്ന നെയ്യപ്പം കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ കുറേ വിരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങിത്തിരിഞ്ഞ് വന്ന് 7-8 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 2 പേരും കൂടി ഒന്ന് സെറ്റായത്. പക്ഷേ എൻ്റെ മനസ്സിൽ സൗന്ദര്യാരാധന മൂത്ത് കിടന്നത് കൊണ്ട് ഭാര്യയുടെ സൗന്ദര്യത്തോട് അത്ര വലിയ മതിപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല.
പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നു ചേർന്ന് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഭാര്യ മിടുക്കിയാണ്, പെട്ടെന്നെല്ലാം പഠിച്ചെടുക്കും. ഒരു ഭർത്താവിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവൾക്കറിയാം. അവളോട് പ്രണയം തോന്നിക്കുന്ന വിധത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നതുപോലും അവളാണ്. പഠിപ്പിച്ചു തന്നെന്ന് പറയാൻ പറ്റില്ല, അറിയാതെ ഞാൻ പഠിച്ചു പോയതാണ്. സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാരെക്കാൾ ഈ കാര്യത്തിൽ മികവ് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യ ജീവിതം എപ്പോഴും ഉഷാറായിരിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമൊക്കെ മാറിപ്പോയി. ഞങ്ങൾ മാതൃകാ ദമ്പതികളായിട്ടാണ് പെട്ടെന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയത്. അപ്പോഴേക്കും അവിടെ അപ്പാർട്ട്മെൻറ്റൊക്കെ സെറ്റ് ചെയ്തിരുന്നു. കുട്ടികളൊന്നും ഉടനെ വേണ്ട ചേട്ടാ എന്നുള്ള ലൈനായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക്. എനിക്കും അങ്ങനെ തന്നെ. എന്നാലും ഒന്നിച്ച് ജീവിക്കുമ്പോൾ കുസൃതികൾ അതിര് കടക്കുമല്ലോ. ഞങ്ങൾ ചെന്ന അന്ന് തന്നെ അന്നയും സ്വാതിയും വന്നു. അവളുമാർ അടുക്കള കയ്യേറി. ആഹാ, പുതിയ അടുക്കളയല്ലേ, പാലൊക്കെ ഞങ്ങൾ നന്നായി കാച്ചിത്തരാം, ചേട്ടനങ്ങോട്ട് മാറിയിരുന്നേ എന്ന് പറഞ്ഞു. എന്തായാലും അവളുമാർ കയറി പാചകമൊക്കെ ചെയ്തു. പാല് കാച്ചിയതും അവളുമാർ തന്നെയാണ്. പിന്നെ ഇത്തിരി കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിച്ചു. അപ്പോഴേക്കും എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് അവർ അകത്തെ മുറിയിൽ കയറി കഥ കടച്ചു. ഞങ്ങൾ വിശദമായിട്ട് ചില വിശേഷങ്ങൾ ചോദിക്കട്ടെ, ഇങ്ങോട്ട് വരരുതേ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ മൂന്നും കൂടെ 1 മണിക്കൂർ വല്ലാത്ത കത്തിവയ്പ്പായിരുന്നു. ഞാൻ TV കണ്ടുകൊണ്ടിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, എന്തായിരുന്നു 1 മണിക്കൂർ സംസാരം? അവളുമാർക്കില്ലേ അങ്ങ് വിശേഷങ്ങളെല്ലാം അറിയണം. എന്നാണ്, എങ്ങനെയാണ്, എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു, ചീരത്തോരനുണ്ടായിരുന്നു, ചക്കക്കുരു ഉണ്ടായിരുന്നു, പഴമുണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയല്ലേ പാര, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. ആദ്യ ദിവസം മുതലേ സദ്യയായിരുന്നു മോളെ, വിഭവസമൃദ്ധമായ സദ്യ. എത്ര വട്ടം സദ്യ വിളമ്പിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യ ദിവസം 2 വട്ടം, രണ്ടാമത്തെ ദിവസം 3 വട്ടം, പിന്നെ 2-3 വട്ടമാണ് എല്ലാ ദിവസവും സദ്യ കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവളുമാർ മൂക്കത്ത് വിരൽ വെച്ചു. ആഹാ, ചേട്ടൻ കാണുന്ന പോലല്ലോ എന്ന് പറഞ്ഞ് വിശദമായിട്ട് പറയടിയെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇല്ലാത്തതും പൊല്ലാത്തതുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളും ഒക്കെ ചേർത്ത് അവളുമാരെ ശരിക്കും രസിപ്പിച്ചങ്ങ് വിട്ടിട്ടുണ്ട്. അല്ലെങ്കിലേ എനിക്ക് കിടക്കപ്പുറത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള കൂട്ടുകാരികളോടെല്ലാം പറയും. അവളുമാരെല്ലാം കൂടെ എന്നെ കളിയാക്കും. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും രണ്ടുപേരെക്കുറിച്ചും ഞാൻ നല്ല രീതിയിൽ അങ്ങ് അടിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ജോഡി നമ്പർ 1 ആണെന്നാണ് അവളുമാർ വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ചോദിച്ചു അല്ലേന്നും. അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ മെച്ചപ്പെട്ടിട്ടുണ്ടോയെന്ന് നിങ്ങൾ തന്നെ പറയണം. മോളെ, നീ മെച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരാ, 1ാം റാങ്ക് കരസ്ഥമാക്കിയ രീതിയിലാണല്ലോ എൻ്റെ കൂടെ. സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ മാറിത്തീരുവെന്ന് ഞാൻ കരുതിയതല്ല. അതെന്താ, എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാതെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? അതല്ല പറഞ്ഞത്. നിൻ്റെ സ്വഭാവം കണ്ടപ്പോൾ നീ സ്ലോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ലല്ലോടി ചക്കരെ. അത് പിന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനെ അനുസരിക്കണമെന്ന്. ഞാൻ നിങ്ങളെ അങ്ങ് അനുസരിച്ചു എന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു. എന്തായാലും കൊള്ളാം. കാര്യങ്ങളെല്ലാം ശുഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു അതിഥി വന്നത്. ഞങ്ങളുടെ ഡേറ്റും കണക്ക് കൂട്ടലുകളും ഒക്കെ അങ്ങ് തെറ്റി. കാര്യം പെട്ടെന്ന് തന്നെ വിശേഷമായി. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. ഇത് ഒഴിവാക്കണമെന്ന് അവൾ ചോദിച്ചു. എന്തായാലും ഹോസ്പിറ്റലിലാണല്ലോ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വന്നു ഭവിച്ചതല്ലേ, ഒഴിവാക്കണ്ട, വീട്ടുകാരോട് പറയാതെ പറഞ്ഞു. വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ ഇനിയിപ്പോൾ അവളെ അവിടെ നിർത്തണ്ട. ഒന്നാമതേ അവൾ ദുർബലയാണ്. ഹോസ്പിറ്റലിലെ ജോലിയൊന്നും അവളെക്കൊണ്ട് ഇനി പറ്റില്ല. ചില സ്ത്രീകളൊക്കെ 9 മാസം വരെ ജോലി ചെയ്യും. പക്ഷേ എൻ്റെ മോൾ അങ്ങനെ ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യും, അവൾ അവിടുന്ന് രാജിവെക്കട്ടെ, ഇല്ലെങ്കിൽ അവധി എടുക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. പെട്ടെന്ന് അവളെ നാട്ടിലേക്ക് കൊണ്ടുപോവാ, ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് അമ്മായിമ്മ പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു, അതായിരിക്കും കറക്റ്റ്. എനിക്കോ ഇത്തരം കാര്യങ്ങളിൽ അനുഭവ സമ്പത്തില്ല. അവളെ നേഴ്സായതുകൊണ്ട് അമിത ധൈര്യവും കാണും. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയ്ക്ക് ആദ്യ സമ്മതമൊന്നുമല്ലായിരുന്നു. പിന്നെ അമ്മയോട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ ശരി, ജോലി രാജിവെച്ചിട്ടോ അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടോ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്നായി. എനിക്കെന്തായാലും ജോലി വിട്ടിട്ട് വരാൻ പറ്റില്ല. ഇവിടെ സ്ഥിരമായ ജോലിയാണ്. ഹോസ്പിറ്റലിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു അവധി എടുത്തു. കാര്യം
പിന്നീട് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല, എല്ലാം അറിയാവുന്നവരല്ലേ എന്നുള്ള രീതിയിലാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഭാര്യ നാട്ടിലേക്ക് പോന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ഉഷാറില്ലായ്മ. കാര്യം എല്ലാ ദിവസവും സജീവമായി ജീവിച്ചിരുന്നവർ പെട്ടെന്നൊരു ദിവസം സീറോയിലേക്ക് പോകുന്ന ഒരനുഭവമായിരുന്നു. ആകെ എനർജി എല്ലാം പോയതുപോലെ. എൻ്റെ ഭാര്യയും പിന്നെ ഭാര്യയുടെ കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് ദിവസങ്ങളിൽ വരും. എന്നിട്ട് അവരെല്ലാം കൂടി നല്ല ഭക്ഷണം ഉണ്ടാക്കും, പാചകം ചെയ്യും, ഞാനും കഴിക്കും. ഇങ്ങനെ സൗഹൃദങ്ങളും സന്തോഷവും അലയും വിളിയും ഒക്കെയായി നടന്നിരുന്ന ഞാൻ പെട്ടെന്ന് ഡൗൺ ആയതുപോലെയായി. എന്ത് ചെയ്യാനാണ്, ആരുമില്ല. സ്വാതി മന്നെയും വല്ലപ്പോഴും വിളിക്കും. ആഹാ, നിങ്ങൾ വലിയ പ്ലാനിങ് ആണെന്ന് പറഞ്ഞല്ലോ, ഇതിപ്പോൾ പണി പറ്റിയല്ലോ. ഞാൻ പറയും എന്ത് ചെയ്യാനാ, നമ്മളൊന്ന് കരുതും, ദൈവം വേറൊന്ന് കരുതും. അപ്പോൾ സ്വാതിനോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വികൃതിയൊന്നുമല്ല, നിങ്ങളുടെ വികൃതി തന്നെ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. അവൾ പോയതിൽ പിന്നെ ഇവിടെ ഇപ്പോൾ വാർഡിൽ ഡ്യൂട്ടിക്ക് ആൾ കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ ബിസിയാന്ന് പറഞ്ഞു. എന്തായാലും അന്നയാണെങ്കിലും വല്ലപ്പോഴും വിളിക്കും. അങ്ങനെ കുറച്ച് നാളൊക്കെ പോയി. ഒരു ദിവസം എനിക്ക് കഠിനമായൊരു പനി വന്നു. അന്നയെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു. സ്വാതിയും ഉണ്ടായിരുന്നു. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ഡ്യൂട്ടിക്ക് കാണും, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർ നോക്കിക്കോളും, ആമ്പിള്ളേരുമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ 7 ദിവസം കിടന്നു. ഇത്തിരി പ്രശ്നമായിരുന്നു, പക്ഷേ അവരെന്നെ നന്നായി ശുശ്രൂഷിച്ചു. സ്വാതിയും അന്നയും രണ്ടുപേരും എന്നെ അങ്ങ് ഒത്തിരി സ്നേഹിക്കുകയും സംസാരിക്കുകയും ധൈര്യം പകരുകയും ഒക്കെ ചെയ്തു. പിന്നെ ചില സമയത്തൊക്കെ ബാത്റൂമിൽ പോലും അവരാണ് എന്നെ ഒന്ന് സഹായിച്ചത്. അത്രയ്ക്കും അടുപ്പമായി, പണ്ടത്തേനേക്കാൾ കൂടുതൽ അടുപ്പം. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന രീതിയിലേക്കായി ആ സൗഹൃദം. പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ദിവസവും സ്വാതിയും അന്നയും മാറി മാറി എന്നെ വിളിക്കും. ഇന്ന് എങ്ങനെയുണ്ട്, പനിയൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ എന്ന് ചോദിച്ച് ഞാനും ഓക്കെ ആണെന്ന് പറയും. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം എന്നോട് സ്വാതി ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും ഭാര്യ അവിടെ ഇല്ലല്ലോ, ഇപ്പോൾ തനിച്ചല്ലേ? ആ തനിച്ചാണ്. ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, വെറുതെ തലേണയുണ്ട്, അതിങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ച് നന്നായി ഉറങ്ങും, അല്ലാതെ എന്ത് ചെയ്യാനാ? അമ്പട കൊച്ചു കള്ള, ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. കല്യാണം കഴിഞ്ഞും 1 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനൊന്നും ആകാൻ പാടില്ലായിരുന്നു. മാക്സിമം അങ്ങോട്ട് പോയ ശേഷം പോരായിരുന്നോ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമാ സ്വാതി? ആ ശരിയാ, ഞാൻ പറയാൻ വന്നതൊന്നുമല്ല കേട്ടോ. ഈ വരുന്ന ശനിയും ഞായറും എനിക്കും അന്നയ്ക്കും ഓഫാണ്. സാധാരണ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ദേ ഇവിടെ ഞങ്ങളുടെ ഒരു ആൻറ്റിയുണ്ട്, ആ ആൻറ്റിയുടെ വീട്ടിൽ പോയി പാചകമൊക്കെ ചെയ്യും. നിങ്ങൾ വീടെടുത്തപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു, പക്ഷേ ഇപ്പം പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ പോകേണ്ട ഗതികേടാണല്ലോ. കാര്യം അവൾ അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങോട്ട് വരുന്നോ? എന്തേലുമൊക്കെ പാചകം ചെയ്ത് നമുക്കിവിടെ കഴിയാം. അത് പറ്റുമോ? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും ജെസ്സിയോട് ഇത് പറയരുത്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ വലിയ പ്രശ്നക്കാരിയാണ്. ഭർത്താവിൻ്റെ കാര്യത്തിൽ അവൾക്ക് ഒത്തിരി പൊസസീവ്നെസ് ഉണ്ട്. അതുകൊണ്ട് അവൾ അറിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം. കാര്യം സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് പാചകം ചെയ്ത് കഴിക്കാമല്ലോ. അതുമാത്രമല്ല, ഇവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളൂ. അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരാൻ ഒരാളുണ്ടല്ലോ. ആഹാ, അപ്പം എന്നെ ഊറ്റാൻ വേണ്ടിയാണ് വരുന്നത്. ഇത്തിയൊന്ന് ഊറ്റിട്ട നീ എന്താ പ്രശ്നം? വല്ലപ്പോഴും അല്ലേ. അവിടെ ഗ്രില്ലും ഓവനും ഒക്കെ ഇല്ലേ? ഇവിടെ ഒന്നുമില്ലല്ലോ, ജസ്റ്റ് സാധാരണ പാചകമല്ലേ നടക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ചുമ്മാ പറഞ്ഞതാണ്, നിങ്ങൾ ധൈര്യം പട്ടിക്കൊണ്ട് പോകുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യയോട് പറയില്ല. നിങ്ങൾ പറയരുത്, സ്ത്രീകളാണ് കൂടുതലും ഗോസിപ്പ് പറയുന്നത്. ഞങ്ങൾ പറയില്ല, നീ അവളുടെ സ്വഭാവം അറിയില്ലേ. എന്തായാലും ശനിയാഴ്ച രാവിലെ അന്നയും സ്വാതിയും കൂടെ വന്നു. രണ്ടുപേരും വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നോട് കഴിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ, ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് 3 പേർക്ക് കൂടെ കഴിക്കാം എന്ന് പറഞ്ഞ് എന്നോട് കുളിച്ച് ഫ്രഷായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. 3 പേരും കൂടിയാണ് ഭക്ഷണം കഴിച്ചത്. ഇനിയിപ്പോൾ ദേ ഭക്ഷണ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങുകയാണ്. ലിസ്റ്റ് തരാം, ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചു. അതിനെന്താ, എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്ന ലിസ്റ്റ് അനുസരിച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാൻ പോയി. അപ്പോൾ എന്നോട് അടുത്ത് വന്ന് സ്വാതി ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾ ഭാര്യ ഭർത്താവും തമ്മിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ഇടയ്ക്ക് ഒരു സ്മോൾ അടിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, ആ അവൾക്കത്ര താല്പര്യമില്ലെങ്കിലും എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് വല്ലപ്പോഴും ഒന്ന് സഹകരിക്കും, എല്ലായ്പ്പോഴുമല്ല. ഞങ്ങൾക്ക് പക്ഷേ അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. സ്വാതി മോളെ, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഏതാ ബ്രാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു റം മതിയെന്നും. ഓക്കെ എന്ന് പറഞ്ഞ് കൈ കൊടുത്താണ് ഞാൻ പോയത്. എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചെത്തി. അപ്പോഴേക്കും അവർ അത്യാവശ്യം ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു.
പിന്നെ പാചകം തുടങ്ങി. വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളുമാരുടെ രണ്ടുപേരുടെയും കരവിരുത് കാണാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പോയിരുന്നു. കൊള്ളാം, എത്ര സ്പീഡിൽ മനോഹരമായിട്ടാണ് പാചകം ചെയ്യുന്നത്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിഞ്ഞാലും ഇത്ര ആത്മാർത്ഥമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുമോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അന്ന പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾക്ക് വല്ലതും വെച്ച് തരണം, അല്ലാതെ ഞങ്ങൾ ആർക്കും ഒന്നും വെച്ചു കൊടുക്കില്ല. അത് കൊള്ളാം, പാചകറാണികളുടെ കൈപ്പുണ്യം എന്തായാലും ഭർത്താക്കന്മാർക്ക് കാണില്ല. അപ്പം രുചിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ സ്വയം വിധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും പറഞ്ഞു, അതൊക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ വയ്യ. ഇപ്പം മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ, അല്ലാതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ രണ്ടുപേരും സ്പെഷ്യൽ സ്വഭാവമുള്ള പെണ്ണുങ്ങളാണ്. വീട്ടുകാരോടൊന്നും ഒത്തുചേർന്ന് പോകാനൊന്നും പറ്റില്ല. ഭർത്താക്കന്മാരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റായിട്ട് ഞങ്ങൾ ജീവിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കുടുംബം കലക്കും. അപ്പോൾ സ്വാതി പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും കലക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അന്നുടനെ പറഞ്ഞു, ഇവളേക്കാൾ മോശമായ എൻ്റെ സ്വഭാവം. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുളം കൂടെ കലക്കും. അങ്ങനെ സൗഹൃദ സംഭാഷണങ്ങൾക്കുള്ളിൽ ഞങ്ങൾ എല്ലാം പാചകം ചെയ്തു. ഞാൻ സഹായിച്ചു കേട്ടോ. അപ്പോൾ എന്നോട് സ്വാതി പറഞ്ഞു, എന്തായാലും ആപ്പിറ്റൈസർ വേണ്ടേ, ആദ്യം നമുക്ക് തുടങ്ങാൻ. ഞാൻ പറഞ്ഞു, ടേബിളിലേക്ക് വാ. ഞങ്ങൾ മൂന്ന് പേരും കൂടി ടേബിളിലേക്ക് ഇരുന്നു. അന്ന പെട്ടെന്ന് റമ്മിൻ്റെ കുപ്പി കയ്യേറി. അവളാണ് എല്ലാവർക്കും സെർവ് ചെയ്തത്. അവളുടെ എക്സ്പീരിയൻസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആണുങ്ങൾ പോലും ഇത്രയും പെർഫെക്റ്റായിട്ട് ഒഴിക്കുകയും മിക്സ് ചെയ്യുകയും ഒന്നും ചെയ്യില്ല. ഇവളൊരു മിടുക്കി തന്നെ. സ്വാതിയെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവളാണെങ്കിൽ പണ്ടേ അവളുടെ വീട്ടിൽ എല്ലാവരുമായി ചേർന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് മിടുക്കിയാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെയില്ല. ശരിക്കും ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി ഇവളുടെ കൂടെ കൂടാൻ നേരത്ത് മാത്രമാണ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അത് കേട്ടപ്പോൾ അന്ന പറഞ്ഞു, ഓ കോലത്തെ കൊച്ചമ്പറാട്ടി ഒന്നും അറിയത്തില്ല, ഇവൾ ആ കോലത്തിൻ്റെ കഴുക്കോല് ഊരിക്കൊണ്ട് പോകുന്ന ടൈപ്പാ എന്ന് പറഞ്ഞ് അന്ന കളിയാക്കി ചിരിച്ചു. അങ്ങനെ പല തമാശകളും പറഞ്ഞ് ഞങ്ങളിരുന്നു. അപ്പോഴാണ് അന്ന പറഞ്ഞത്, ഷോ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കപ്പലണ്ടി ഒന്നും വളർത്തതില്ലല്ലോ എന്ന്. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, എടി അതൊന്നും വേണ്ട, ഇത് ആപ്പിറ്റൈസറാണ്, വേറൊന്നും കഴിക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കണ്ടേ. ഒരു പെഗ് കഴിഞ്ഞപ്പോഴേക്കും അന്നയുടെ ഭാവം മാറി. അവളാണെങ്കിൽ മടുമട എടുത്ത് കുടിക്കുകയാണ്. സ്വാതി പറഞ്ഞടി, വേണ്ട, ഓവറാകും, ഒന്ന് പൊടി, ഇതൊക്കെ എനിക്ക് പണ്ടേ രക്തത്തിലുള്ളതാ എന്ന് പറഞ്ഞ് അവൾ കൂസലില്ലാതെ ഗ്ലാസ്സുകൾ കാലിയാക്കി. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെയിൻ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എന്നെ പറയുകയാണെ, ഞാനിനി 4 മണി വരെ കിടന്നുറങ്ങാൻ പോകുകയാണ്. 2-2.5 മണിക്കൂർ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. ഞങ്ങൾ രാത്രി 8 മണിയാകുമ്പോൾ മാത്രമേ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും സ്വാതിയും കൂടെ സംസാരിച്ചിരുന്നു. സ്വാതി ഒത്തിരി കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ ശേഷം, അല്ല തനിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഒരാഗ്രഹം തോന്നാറില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തോന്നാറുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ. പക്ഷേ ഇപ്പോൾ ഞാൻ അടുത്തിരിപ്പില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാതി ഞാൻ കല്യാണം കഴിഞ്ഞൊരു പുരുഷനാണ്. അവൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാത്തൊരു സ്ത്രീയാണ്. രണ്ടും കൂടി ഒരു ചേർച്ചയില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ചേർച്ചയുണ്ടോ ചോർച്ചയുണ്ടോയെന്ന് ഒന്ന് എക്സാമിൻ ചെയ്തല്ലേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ പതുക്കെ എൻ്റെ കൈ പിടിച്ചു. ചേട്ടൻ ഒന്നും അമാന്തിക്കേണ്ട കാര്യമില്ല, പോപ്പോയിലങ്ങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൾ എനിക്ക് അനുവാദം തന്നു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും 2 പേർക്കും നല്ല ലഹരിയല്ലേ, പിന്നെ എന്ത് ചെയ്യാനാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് കേട്ടതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. അങ്ങനെ സ്വാതി പറഞ്ഞു, അവളവിടെ കിടന്നുറങ്ങിയല്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയേക്കാൾ സുന്ദരിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കണം. ഞാൻ അതിലും കൂടുതൽ സ്നേഹിക്കും. എനിക്കും അവൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ പല പാഠങ്ങളും പറഞ്ഞു തരണം. പല ട്രിക്കുകളും സൂത്രവാക്യങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് കയറി എൻ്റെ നാണം പോലും മറന്ന് പറഞ്ഞത്. വെറും ഇടറോഡായിരുന്ന എനിക്ക് എക്സ്പ്രസ് ഹൈവേ ആയിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഹൈവേ വികസനത്തിന് എൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എന്ത് മറുപടി പറയാനാണ്. ഞാൻ പറഞ്ഞു, ഡബിൾ ഓക്കെ, ഈ ഹൈവേ നമ്മൾ വികസിപ്പിക്കും, ഇത് നമ്മൾ അമേരിക്കയിലേക്ക് നീട്ടും എന്ന് പറഞ്ഞു. ആവേശം കൂടിയാൽ പിന്നെ അമേരിക്കയിലല്ല ആംസ്റ്റർഡാമിലേക്ക് വേണമെങ്കിൽ നമുക്ക് നീട്ടാമല്ലോ. ലഹരിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നും ഒന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അന്നാദ്യമായി സൗഹൃദത്തിൻ്റെ ആഴക്കടലിലെ
മുത്തുച്ചിപ്പികൾ തേടിപ്പോയി. എനിക്ക് ഇതുവരെയും ഇല്ലാത്ത ഒരു നിധി കണ്ടെത്തിയ മനോഭാവമായിരുന്നു. ആക്ച്വലി ആദ്യം കണ്ടപ്പോൾ ഞാൻ മോഹിച്ചത് സ്വാതിയാണ്. വിവാഹമൊന്നും കഴിച്ച് ഭാര്യയാക്കാൻ പറ്റില്ലെങ്കിലും കാര്യങ്ങൾ എല്ലാം എൻ്റെ വശത്തേക്കായല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സ് ചിഞ്ചിലം കൊട്ടുകയായിരുന്നു. എന്തായാലും ഞങ്ങൾ സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് ഒരു സമയത്ത് അവൾ വന്ന് കതകിൽ മുട്ടി. അന്ന, എടി തുറക്ക് കതക്. രണ്ടുപേരും എനിക്ക് മനസ്സിലായി, തുറക്കാൻ പറഞ്ഞു. അവൾ ചെന്ന് കതക് തുറന്നു. കതക് തുറന്ന പാടെ അന്ന അകത്തേക്ക് കയറി വന്നു. അത് കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു. ഇങ്ങനൊന്നും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ സുഹൃത്തിനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബഹളം ഉണ്ടാക്കാതെ, അറിയാതെ സൗഹൃദത്തിനിടയ്ക്ക് ലഹരിയിൽ പറ്റിപ്പോയതാണെന്ന്. അപ്പം അന്ന പറഞ്ഞു, അങ്ങനെ പറ്റിപ്പോയതാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? എനിക്ക് ഈ യോഗത്തിൽ ഒരു സ്ഥാനം തന്നില്ല. മെമ്പർഷിപ്പ് കാർഡ് എനിക്കും വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ പറ്റാത്തത്? സുന്ദരിയായ സ്വാതിക്ക് മെമ്പർഷിപ്പുണ്ട്, ഞാൻ സൗന്ദര്യമില്ലെന്നാണോ അതിനർത്ഥം? എനിക്ക് കാർഡ് വേണം. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഇന്ന് പറ്റുമെന്ന് തോന്നില്ല, നാളെ കാർഡ് തരാമെന്ന്. അതൊക്കെ സ്വീകാര്യമല്ലെങ്കിലും പക്ഷേ പറ്റാത്ത കാര്യം എങ്ങനെയാണ്? സ്വാതി സമാധാനിപ്പിച്ചു. എടി ഒന്ന് വെയിറ്റ് ചെയ്യേ, നാളെ രാവിലെ ആദ്യം വന്ന് മെമ്പർഷിപ്പ് കാർഡ് നീ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്തായാലും 8 മണിക്ക് പോകാനിരുന്നവർ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പോവുകയും ചെയ്തു. ഞാനും സ്വാതിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സക്സസ് ആയിരുന്നു. പിറ്റേന്ന് രാവിലെ അന്നയും സ്വാതിയും രാവിലെ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട്. ഞാൻ അത് കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എന്നോട് അന്ന പറഞ്ഞു, ഇനിയിപ്പം ഇവൾ തനിയെ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, ഇന്നലത്തെ ബാക്കിയുണ്ടല്ലോ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, എനിക്ക് ഇന്നാദ്യം കാർഡ് വേണം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോവുകയായിരുന്നു. ഞാൻ സ്വാതിയുടെ കണ്ണിലേക്ക് നോക്കി. അവൾ എന്നോട് കണ്ണടച്ച് കാണിച്ചു. സാരമില്ലെന്നേ, കാർഡല്ലേ, മെമ്പർഷിപ്പ് കാർഡ് എല്ലാവർക്കും ആഗ്രഹമുള്ളതല്ലേ, ആവശ്യമുള്ളതല്ലേ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അങ്ങനെ അവളുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ മെമ്പർഷിപ്പ് കാർഡ് വിതരണം ചെയ്തത്. അവിടെയും ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. വ്യത്യസ്തമായ യോഗ നടപടികളുമായി ഞങ്ങൾ യോഗം പൂർത്തിയാക്കി. പക്ഷേ അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വാതി എന്നോട് പറഞ്ഞു, കാര്യമൊക്കെ കാര്യം, ഇന്നലെ പക്ഷേ നിങ്ങൾ നോ എന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരും ഇടവും വലവും ഉണ്ട്. രണ്ടും ഒരു ദിവസം തന്നെ മാനേജ് ചെയ്യാൻ 2 യോഗങ്ങൾ നിങ്ങൾ കണ്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എൻ്റെ അജണ്ടയിലില്ലാത്ത കാര്യമാണെന്ന്. അജണ്ട ഇന്നുണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് സ്വാതി എന്നെ പിടിച്ചു വലിച്ചു. അന്ന അത് കണ്ട് ചിരിച്ചു. ഇന്ന് 2ാം സമ്മേളനം നടത്തിയേ പറ്റൂ എന്നായിരുന്നു അവളുടെ ഒരു മനോഭാവം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ യോഗ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സൗന്ദര്യമുള്ള സ്വാതിയോടെ എൻ്റെ ഉള്ളിൽ ആരാധനയാണ്. അതുകൊണ്ട് ഈ യോഗമല്ല 10 യോഗം വേണമെങ്കിലും എനിക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. എല്ലാം സക്സസ് ആയി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നത് അന്നയാണ്. നിങ്ങളല്ലേ എന്തിനു പറഞ്ഞത് ഒരു യോഗ മാത്രമേ പറ്റുള്ളൂ, ഒരു മെമ്പർഷിപ്പേ കൊടുക്കുള്ളൂ എന്ന്? ഇപ്പം എല്ലാം സ്മൂത്ത് ആയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, നേതൃത്വ നിരയിൽ ഇപ്പോൾ ഒന്ന് ശാന്തയാകൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചയച്ചു. പക്ഷേ പിന്നീട് മിക്കവാറും ദിവസങ്ങളിൽ 2 പേരും വീട്ടിലേക്ക് വരും. അപ്പോൾ 2 പേരും എൻ്റെ ഇടവും വലവും കാണും. 2 പേർക്കും ഞാൻ ഫ്രണ്ട്ഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായി. അതിന് ഞാൻ മനസ്സിനെ പ്രിപ്പയർ ചെയ്തു. കാര്യം അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ്, ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലോ. മാഡം, ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത മാസമാണ് എൻ്റെ വൈഫിൻ്റെ ഡെലിവറി. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴേക്കും അവൾ ഇങ്ങോട്ട് വരുമായിരിക്കും. അപ്പോൾ ഈ സൗഹൃദങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഇവർ 2 പേരും എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. പക്ഷേ അവർ കല്യാണം കഴിച്ച് പോകുമെന്നും അറിയാം. ഇതൊന്നും എന്താകുമെന്ന് എനിക്കറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നല്ല കാര്യമായിട്ട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ഭാര്യ വീട്ടിലാണ്. അവരറിയാതെ അനാവശ്യമായ സൗഹൃദങ്ങൾ വെച്ച് പുലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ അറിഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫ്രണ്ട്ഷിപ്സോ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളോ അംഗീകരിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് അംഗീകരിക്കാനും സാധ്യതയുണ്ട്. എന്നാലും അത് സാധ്യതയില്ലെന്നാണല്ലോ ഈ ഒരു 2 കൂട്ടുകാരികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാണിൽ മേൽക്കളിയാണ്. അത് എങ്ങനെയാവും നമുക്കറിയില്ല. ചിലപ്പോൾ ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റി താഴെ പോകാം, എന്ത് വേണമെങ്കിലും വരാം. പിന്നെ ഇത്തരം ബന്ധങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്,
പ്രേമം, അമിതമായ സ്നേഹം, പോസിറ്റീവ്നെസ്, ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാര്യം അവനവന് പറ്റുമ്പോൾ അവനവൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ സന്തോഷകരമായി നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് അവർ അവരുടെ ജീവിതവും നമ്മൾ നമ്മുടെ ജീവിതവും നോക്കാൻ മാത്രമുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ആയിരിക്കണം. അല്ലാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ എന്തെല്ലാം പത്രത്തിൽ വാർത്തകൾ വായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായി പോസിറ്റീവ്നെസ്സുകളോ സ്നേഹബന്ധങ്ങളോ ഒന്നും ഇതിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അന്നേരത്തെ ദിവസം കഴിഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ അനാവശ്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതെന്തോ ആകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ആകാം.